കേരള ബാങ്കിനെ സി ക്ലാസ് പട്ടികയിലേക്ക് റിസർവ് ബാങ്ക് തരം താഴ്ത്തി. നബാർഡിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇതോടെ വ്യക്തിഗത വായ്പാ വിതരണത്തിനടക്കം കേരള ബാങ്കിന് നിയന്ത്രണം വേണ്ടിവരും. വിവിധ ശാഖകൾക്ക് അയച്ച കത്തിന്റെ പകർപ്പ് മീഡിയ വണിന് ലഭിച്ചു. സെയ്ഫ് സൈനുദ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ്, കേരള ബാങ്കിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. സി ക്ലാസ് പട്ടികയിലേക്ക് തരം താഴ്ത്തിയിരിക്കുന്നു. ഇതുമൂലം എന്തൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടാകും ബാങ്കിന്? വ്യക്തിഗത വായ്പ അടക്കമുള്ള വിഷയങ്ങൾ കടുത്ത നിയന്ത്രണത്തിലേക്ക് പോകേണ്ടി വരും. ദിവ്യ, സഹകരണ ബാങ്കുകളെ തകർക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഇടപെടുന്നുവെന്ന ആരോപണം സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നതിന് പിന്നാലെയാണ് റിസർവ് ബാങ്കിന് കടുത്ത നടപടി ഉണ്ടായിരിക്കുന്നത്. RBIയുടെ പുതിയ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് സി ക്ലാസ് പട്ടികയിലാണ് ഇപ്പോൾ നിലവിൽ കേരള ബാങ്ക് ഉള്ളത്. ഇതോടെ വ്യക്തിഗത വായ്പകൾ 25 ലക്ഷത്തിൽ കൂടരുതെന്ന് കാണിച്ച് കേരള ബാങ്ക് വിവിധ ശാഖകളിലേക്ക് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. 25 ലക്ഷത്തിന് മുകളിൽ ഇതിനകം അനുവദിച്ച വായ്പകളെല്ലാം ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരണമെന്നും കത്തിൽ പറയുന്നുണ്ട്. കേരള ബാങ്കിന്റെ റാങ്കിംഗ് മാനദണ്ഡങ്ങൾ വിലയിരുത്താൻ വേണ്ടി റിസർവ് ബാങ്ക് ഏർപ്പെടുത്തിയ കൺട്രോളിംഗ് അതോറിറ്റി നബാർഡാണ്. ആ നബാർഡിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സി ക്ലാസ് പട്ടികയിലേക്ക് അതിനെ തരം താഴ്ത്തിയിരിക്കുന്നത്. റാങ്കിംഗ് മാനദണ്ഡങ്ങൾ വരുത്തിയ വീഴ്ചകൾ, അതുപോലെ തന്നെ രാഷ്ട്രീയവൽക്കരണം തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് നബാർഡിന്റെ റിപ്പോർട്ട് ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് റിസർവ് ബാങ്ക് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ദിവ്യ.